നമസ്കാരം, ഞാൻ രശ്മി. ഞാൻ ശ്രീലക്ഷ്മി. വിഷു അങ്ങ് എത്താറായി. എല്ലാവരും വിഷു ആഘോഷിക്കാനുള്ള തിരക്കിലായിരിക്കും അല്ലേ? ഈ വിഷുവിന് എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത്? സാധാരണ എല്ലാവരും പായസം ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം നമ്മളൊരു ട്രഡീഷണൽ ഡിഷിൽ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരികയാണ്. വിഷു കൊഴുക്കട്ടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, അതും നെസ്ലയുടെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച്. ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇങ്ങനെ? ഇല്ലെങ്കിൽ വന്നോളൂ, നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. ഒരു വെറൈറ്റി രുചിയുള്ള കൊഴുക്കട്ടയാണത്. മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് വെറൈറ്റി റെസിപ്പീസ് ഉണ്ടാക്കണമെങ്കിൽ www.milkmaid.in എന്ന വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. 100-ൽ പരം എക്സൈറ്റിംഗ് ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട്. പായസം ആയാലും കേക്ക് ആയാലും പുഡിംഗ് ആയാലും ഒക്കെ. ഇപ്പൊ ഇതാ കേരളത്തിന്റെ ഒരു ട്രഡീഷണൽ ഡിഷും കൂടി. വീട് ഇതാ ചെറുതായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ പറിച്ചുകൊണ്ടുവന്ന കൊതപ്പും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് വെറൈറ്റി ആയിട്ടുള്ള കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ അല്ലേ? അപ്പൊ പോകുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് കേട്ടോ. ചിക്കുവിന് ജോലി കിട്ടിയിട്ടുണ്ട്. അതിന്റെ വിശേഷം ചെറിയൊരു ജോലിയാണ്. ജോലി എന്തായാലും ചെറുതും വലുതൊന്നുമില്ല അല്ലെ? എല്ലാ ജോലികളും ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. പറഞ്ഞോളൂ, എങ്ങനെയാണ് ജോലി കിട്ടിയത്? ഞാൻ ഒരു മാസം IELTS ഒരു കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം IELTS കിട്ടുകയും ചെയ്തു. അപ്പം അവിടെ നിന്ന് കോച്ചിങ് സെന്ററിൽ നിന്ന് വിളിച്ചതാണ്, ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം അതാണ് ജോലി. അപ്പൊ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, കാശിന് വേണ്ടി ആവരുത് ജോലി ചെയ്യുന്നത്. ആത്മാർത്ഥതയോടെ സത്യസന്ധമായിട്ട് ജോലിയെ സ്നേഹിച്ച് ജോലി ചെയ്യാം. ബാക്കിയെല്ലാം താനെ പുറകെ വന്നോളും അല്ലേ? ആദ്യമായിട്ട് പോകുന്നോണ്ട് ഒരു ചെറിയ ഉപദേശം കൊടുത്തേ ഉള്ളൂ. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവണം. അതെ, ചിക്കുവിനെ ഇപ്പൊ ഈ ഒരു ജോലിക്കും ഇത് കഴിഞ്ഞിട്ട് ചിക്കു മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലത്തേക്ക് മാത്രമാണ് ഈ ജോലിക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് ചിക്കു പഠിക്കാനായിട്ട് പോകും. അപ്പൊ അതിനും കൂടെ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണം. അപ്പൊ നമുക്കിനി അധികം താമസിക്കാണ്ട് റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ ചിക്കു ഉരുളി എടുത്തിട്ട് വാ, നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് അരിപ്പൊടി എടുക്കാം. പത്തരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു 3 കപ്പ് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ സാധാരണ വറുത്ത പത്തിരിപ്പൊടിയാണ്. പത്തിരിപ്പൊടി, ഇടിയപ്പം പൊടി എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടില്ലേ, അത്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കണം നിർബന്ധമില്ല. ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സോഫ്റ്റായിട്ടും നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി വെക്കുന്നുണ്ട്. ഇനി ഇതാ ഒരു 3.5 കപ്പ് വെള്ളം നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. വെട്ടി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ച് ഇളക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഓരോ പൊടിക്കും വ്യത്യാസം ഉണ്ടാവും. ചില പൊടിക്ക് ഒരുപാട് വെള്ളം വേണ്ടി വരും. അതിൻ്റെ മൂപ്പനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ അല്ലാതെ നമ്മൾ മുമ്പ് ഇടിയപ്പവും പത്തിരിയും ഒക്കെ ഉണ്ടാക്കിയില്ലേ, അടുപ്പിൽ വെച്ച് വാട്ടി കുഴച്ചെടുക്കുന്ന രീതിയിൽ, അങ്ങനെ ചെയ്തിരുന്നാലും മതി. ഇത് പിന്നെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്തു എന്നേ ഉള്ളൂ. ഇതിപ്പോൾ എല്ലായിടത്തും നന്നായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ട്. വെള്ളം അധികമായി പോരുത് കേട്ടോ, കയ്യിൽ പറ്റുന്ന ഒരു പരുവാവരുത്. ഇത് മതി. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നല്ല ചൂടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഉരുളിയിലേക്കോ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 10-12 അണ്ടിപ്പരിപ്പ്, കാഷ്യൂനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മുന്തിരി, ഉണക്കമുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 10-12 എണ്ണം ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വീർത്ത് വരട്ടെ. അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിങ്ങനെ എടുക്കാം. ഇനി ഇതൊരു 3 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെറുതായിട്ട്, കഴിയുന്നത്ര ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്കിതാ മുറിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അത് നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ താരം മിൽക്ക് മെയ്ഡ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. കുട്ടികൾ തൊട്ട് പ്രായമുള്ളവർക്ക് വരെ ഇഷ്ടമുള്ളൊരു സംഭവം. വെറുതെ എടുത്ത് തൊട്ട് നാക്കിൽ വെക്കാൻ പോലും ഇഷ്ടമുള്ള ഒരു സംഭവമാണിത്. ഇത് നമുക്കൊന്ന് തുറന്നെടുക്കാം. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടിരിക്കുന്ന മിൽക്ക് മെയ്ഡാണ്. ഇത് നമുക്ക് ഈ ഒരു ടിന്ന് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ചേർക്കുമ്പോൾ നമ്മളിതിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. മിൽക്ക് മെയ്ഡിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും അല്ലേ? അത് മുഴുവനായിട്ടും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്, അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം എല്ലായിടത്തും. ഇത് തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ഒരുപാട് സമയം അടുപ്പിൽ ഇളക്കുകയും ചെയ്യരുത്, അപ്പോൾ അതങ്ങ് ഡ്രൈ ആയി പോകും. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ജീരകം വറുത്ത് പൊടിച്ച് വെച്ചതാണ്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. 2-3 കഷ്ണമൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മൾ കൊഴുക്കട്ടയിൽ വെക്കുമ്പോൾ വലിയതായിട്ടിരിക്കുന്നതിലും ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും.
ഇത് മതി. ഇനി ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ മാവ് എന്തായെന്ന് നോക്കാം. ചൂടുണ്ട് കേട്ടോ, എന്നാലും ഒരുപാട് അങ്ങ് തണുത്തിട്ടില്ല. നമുക്ക് കൈ ഇട്ട് കുഴയ്ക്കാൻ പറ്റുന്ന ഒരു പാകത്തിനാണുള്ളത്. അടച്ചു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ് അടച്ചു വെക്കണം എന്ന് പറഞ്ഞത്. നമുക്കിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നല്ല ഉരുട്ടിയെടുത്തിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തൊടുന്ന സമയത്ത് കയ്യിൽ പറ്റുകയും ചെയ്യരുത്, കുഴിയുകയും ചെയ്യണം, ആ ഒരു പരുവം. ഇനി ഒന്നുമില്ല, നമ്മൾ സാധാരണ കൊഴുക്കട്ടയ്ക്ക് പരത്തുന്ന പോലെ ഓരോ ഉരുളയെടുത്ത് പരത്തി അതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ പോലെ ഉരുട്ടിയെടുക്കുകയല്ല ചെയ്യുന്നത്, ഇതുപോലെ നീളത്തിലാണ് ഷേപ്പാക്കുന്നത്. പണ്ടൊക്കെ ഈ ഒരു രീതിയിലും ഉരുട്ടിയൊക്കെ എടുക്കും അല്ലേ. കൊഴുക്കട്ട ശരിക്കും നമ്മൾ ഉരുട്ടിയെടുക്കും, ഈ ഒരു ഷേപ്പിലും ആക്കിയെടുക്കും. ഇനി ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ ആവിയെ വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെറുതെ നമുക്ക് ഉരുട്ടി വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ പരത്തിയതുപോലെ അങ്ങ് പരത്തി അങ്ങ് വെച്ചിരുന്നാലും മതി. ഇല്ലെങ്കിൽ ഇലയിൽ അട പോലെ പരത്തി വെക്കാം. ഷേപ്പ് ആക്കണം എന്നൊരു നിർബന്ധമല്ലോ കേട്ടോ, കാണാനുള്ളൊരു ഭംഗിക്ക് ചെയ്യുന്നേ ഉള്ളൂ. ആ മോൾഡിലേക്ക് വെക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. നമുക്കിതിങ്ങനെ എടുക്കാം. ഫില്ലിങ് നന്നായിട്ട് നിറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ മാവിൻ്റെ പോർഷൻ ഉണ്ടാവും, അത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, കാരണം അതിൻ്റെ ഫില്ലിങ് വരാത്തതുകൊണ്ട്. പക്ഷേ ഇതിൽ അറ്റത്തോടുള്ള കട്ടിയുള്ള പോർഷനിലും ഫില്ലിങ് ഉണ്ടാകും. ഇനി അതുപോലെ ബാക്കിയെല്ലാം നമുക്കിതുപോലെ ഷേപ്പാക്കി എടുക്കാം. പെട്ടെന്ന് കഴിയും. ഞാനും ചിക്കുവും കൂടെ ഒരുമിച്ചാണ് റെഡിയാക്കി എടുക്കുന്നത്. കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികളെയും വിളിച്ച് ഒരുമിച്ച് അങ്ങ് ചെയ്തെടുക്കുമ്പോൾ അതൊരു പ്രത്യേക രസമാണ്. നമ്മുടെ വീട്ടിലെ അടുക്കള പണിയിൽ കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തണം കേട്ടോ. നമുക്കും ഒരു സഹായമാവും, അവർക്കും ഒരു സന്തോഷമായിരിക്കും അല്ലേ. ശരിക്കും വിഷുവും റംസാനും ക്രിസ്മസും ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു അവസരമല്ലേ. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പം ഇത് കുറച്ചെണ്ണം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു ഇഡ്ഡലി ചെമ്പിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്റ്റീമറോ എടുത്ത് വെച്ച് അതിലേക്ക് ഒരു വാഴയില വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാഴയില വെക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ആയിരിക്കും നമ്മുടെ ഈ കൊഴുക്കട്ടയ്ക്ക്. ഇതില്ലേലും കുഴപ്പമില്ല, നമുക്ക് സാധാരണ സ്റ്റീമറിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതുപോലെ കുത്തനെ തന്നെ അങ്ങ് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് അങ്ങ് പോവില്ല. കിടത്തി വെക്കുകയാണെങ്കിൽ നിലത്ത് തട്ടിയിരിക്കുന്ന പോർഷൻ്റെ ഷേപ്പ് അങ്ങ് മാറിപ്പോവും. അത് വെച്ച് നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്തോളും. ഓൾറെഡി വെന്ത മാവാണ്, ഫില്ലിങ്ങും വെന്തിട്ടുള്ളതാണ്. ആ സമയത്ത് ബാക്കിയെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനത് ഒരെണ്ണം മാത്രം ഉണ്ടയാക്കി ഉരുട്ടി വെക്കുന്നുണ്ട്. ഒരു ഉരുണ്ടിരിക്കുന്ന കൊഴുക്കട്ട കാണാൻ നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയല്ലേ. അപ്പോൾ 15 മിനിറ്റ് ആയിട്ട് നമുക്കിതങ്ങ് എടുക്കാം. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ നല്ല ഷേപ്പാണ്. അത് നമുക്കിതെടുത്ത് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് അടുത്ത സെറ്റും വെച്ച് കൊടുക്കാം. അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ വിഷു കൊഴുക്കട്ടകളൊക്കെ റെഡി ആയിട്ടുണ്ട്. നെസ്ലയുടെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, നല്ല ഭംഗിയുണ്ട്. ഉള്ളിൽ നല്ല മഞ്ഞ കളറിൽ ഇരിക്കുന്ന കൊഴുക്കട്ട. ഇതുവരെയും ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല ഈ ഒരു കൊഴുക്കട്ട എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഫില്ലിങ് അറ്റം വരെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴാണ് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഫില്ലിങ് നല്ല നിറച്ച് തിക്കാക്കി വെച്ച് കൊടുക്കണം. കഴിച്ചോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചക്കയൊക്കെ കൊണ്ടുണ്ടാക്കിയ പോലെ തോന്നുന്നു അല്ലേ. ചക്കയുടെ ഒരു ഫ്ലേവർ വരുന്നു. പഴം നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വേണോ രസം കൂടി? വിശക്കുന്നുണ്ട്. ഇതിപ്പം ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്ന പോലെ ചിക്കു കഴിക്കുന്നത്. എല്ലാ സാധനവും അത്ര ഇഷ്ടപ്പെടില്ല, പക്ഷെ ഇത് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഈ ഒരു തനതായ ട്രഡീഷണൽ ഡിഷ് ഇനി milkmaid.in എന്ന വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നെസ്ലയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.milkmaid.in എന്ന വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. 100-ൽ പരം എക്സൈറ്റിംഗ് ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വിഷു കൊഴുക്കട്ട ഉണ്ടാക്കി നോക്കുമല്ലോ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.